Good morning, students. Welcome to the online class. Let us discuss about the subject environmental science. Students, we have two part of textbooks in this year. In first part include 6 chapters and second part also include 6 chapters. Now we have to go through first unit. Do you know the name of the first unit? The name of the first unit is Fields and Forest. Students, listen the picture. What do you see in the picture? Water, squirrel, that is Annan. Squirrel is Annan. A big tree, fish, frog, water lily. What is water lily? Ambal. Hill, grassland, birds, turtle, etc. Students, please listen this teacher talk. Unit 1 Fields and Forests. Why don't you come down and play with me? നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്ന് കളിച്ചുകൂടാ? Asked the fish, looking up at the squirrel on the tree. Asked the fish. ഫിഷ് ചോദിച്ചു. മരത്തിലിരിക്കുന്ന സ്ക്വിറലിനോട് ഫിഷ് ചോദിച്ചു. Why don't you come down and play with me? On hearing this, the frog laughed. On hearing this, ഇത് കേട്ടപ്പോൾ the frog laughed. Frog ചിരിച്ചു. And teased. കളിയാക്കി. Imagine the squirrel's condition if he gets into the water. ഇമാജിൻ ചെയ്തു നോക്കൂ, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, സ്ക്വിറലിൻ്റെ കണ്ടീഷൻ എന്താവും വെള്ളത്തിൽ വന്നാൽ, വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ. ഇമാജിൻ ദ സ്ക്വിറൽസ് കണ്ടീഷൻ ഇഫ് ഹി ഗെറ്റ്സ് ഇൻ ടു ദ വാട്ടർ. ദ സ്ക്വിറൽ വാസ് നോട്ട് റെഡി ടു ഗീവ് ഇൻ. സ്ക്വിറൽ വാസ് നോട്ട് റെഡി, റെഡി ആയിരുന്നില്ല. ടു ഗീവ് ഇൻ, തോൽവി സമ്മതിക്കാൻ റെഡി ആയിരുന്നില്ല. ഹി ഹിറ്റ് ബാക്ക്, അവൻ തിരിച്ചടിച്ചു. ഹിറ്റ് ബാക്ക്, തിരിച്ചടിച്ചു. ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജമ്പ് അലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ലൈക്ക് ഐ ഡു? ക്യാൻ യു ക്ലൈംബ് എ ട്രീ, നിനക്ക് മരം കയറാൻ കഴിയുമോ? ആൻഡ് ജമ്പ് അലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ്, എന്നിട്ട് മരത്തിൻ്റെ കൊമ്പിലൂടെ ചാടിക്കളിക്കാൻ കഴിയുമോ? ലൈക്ക് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ. ദ ഫ്രോഗ് സെഡ്, ഹു ക്യാൻ ഡൈവ് ആൻഡ് ടേൺ ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്? അപ്പോൾ ഫ്രോഗ് പറഞ്ഞു, ആർക്കാണ് ഫിഷിനെ പോലെ ഡൈവ് ചെയ്യാനും വെട്ടിത്തിരിഞ്ഞു പോകാനും കഴിയുക വെള്ളത്തിലൂടെ? ഹു ക്യാൻ ഡൈവ് ആൻഡ് ടേൺ, ഊളിയിടാനും വെട്ടിത്തിരിഞ്ഞു പോകാനും. ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്, വെള്ളത്തിലൂടെ ഊളിയിടാനും വെട്ടിത്തിരിഞ്ഞു പോകാനും ഫിഷിനെ പോലെ ആർക്കാണ് കഴിയുക? ദ സ്ക്വിറൽ ഈസ് നോട്ട് റെഡി ടു ഗിവ് ഇൻ, അല്ലേ? ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? എന്താണ് ചോദിച്ചത്? ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? ഫിഷിന് കരയിലൂടെ സഞ്ചരിക്കാനും കരയിൽ ജീവിക്കാനും കഴിയുമോ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഇറ്റ് ഈസ് ആൻ അക്വേറിയം. ഹാവ് യു ആൻ അക്വേറിയം or a fish bowl? Have you? Yes or no? Have you observed a fish? Observed, നിരീക്ഷിച്ചു. Have you observed a fish? നിങ്ങളൊരു ഫിഷിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? Draw the picture of a fish. Can you draw a fish? കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. യൂണിറ്റിൻ്റെ പേര് നോട്ട്ബുക്കിൽ എഴുതിയതിന് ശേഷം താഴെ ഒരു ഫിഷിൻ്റെ ചിത്രം വരയ്ക്കുക, കളർ ചെയ്യുക. ഡ്രോ എ പിക്ചർ ആൻഡ് കളർ ഇറ്റ്.
എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ കെയർഫുള്ളി. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സ് നന്നായി നിരീക്ഷിക്കുക, പരിശോധിക്കൂ. നോട്ടീസ് ദ ഷേപ്പ് നോക്കൂ. ഡു ദേ ഹാവ് എ ഷേപ്പ് ദാറ്റ് ഹെൽപ്സ് ദം മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ? വെള്ളത്തിലൂടെ വളരെ വേഗം സഞ്ചരിക്കാനുള്ള അതിന് യോജിക്കുന്ന ഷേപ്പാണോ ഫിഷിനുള്ളത്? യെസ്, ഇറ്റ് ഈസ് ലൈക്ക് എ ബോട്ട്. അതൊരു ബോട്ടിനെ പോലെ തന്നെയാണ്. ദാറ്റ് ഹെൽപ്സ് ദം മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ. ആ ഷേപ്പ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ. മൂവ് സഞ്ചരിക്കുക, സ്വിഫ്റ്റ്ലി വേഗത്തിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഈ ഷേപ്പ് സഹായിക്കുന്നു. ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ്. എങ്ങനെയാണ് നമ്മുടെ ബോട്ടിൻ്റെ ഷേപ്പ്? ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ്, രണ്ട് വശവും കൂർത്തതാണ്. ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ് എനേബിൾസ് ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. ആ ഷേപ്പ്, രണ്ട് വശവും കൂർത്ത ആ ഷേപ്പ് ഫിഷിനെ എന്തിന് സഹായിക്കുന്നു? വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ദ ഫിൻസ് ആൾസോ ഹെൽപ്പ് ദ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ. ഫിൻസ് ചിറക്, തുഴയാൻ പറ്റുന്ന ചിറകാണ്. വെള്ളത്തിലൂടെ തുഴയാൻ പറ്റുന്ന ചിറകാണുള്ളത്. അതും ഫിഷിനെ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. ഇനി നോക്കൂ, എന്താണ് നമ്മുടെ ബോക്സിൽ തന്നിരിക്കുന്നത്? An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. This is called adaptation. ഇതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് അഡാപ്റ്റേഷൻ? An organism has certain peculiarities. Peculiarities സവിശേഷതകൾ, പ്രത്യേകതകൾ. ഒരു ജീവനുള്ള ഏതെങ്കിലും ഒന്നിന് ചില പ്രത്യേകതകളുണ്ടാവും. ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലീവ്, അതവരെ ജീവിക്കാൻ സഹായിക്കുന്നു. എവിടെ? ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ ജീവിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേകതകൾ ജീവനുള്ളവയ്ക്കെല്ലാം ഉണ്ടാവും. ആ പ്രത്യേകതകൾക്കാണ് എന്തു പറയുന്നത്? അഡാപ്റ്റേഷൻ. നിങ്ങൾ ഇതിൻ്റെ ഈ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ പഠിക്കണം. എങ്ങനെയാണ്? an organism ജീവനുള്ള ഒന്നിന് ഹാസ് certain peculiarities ചില സവിശേഷതകൾ ഉണ്ട്. അവ ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലീവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. അത് അതിൻ്റെ താമസ സ്ഥലത്ത് അതിന് ജീവിക്കാൻ സഹായിക്കുന്നു. ആ പ്രത്യേകതകൾ. ദിസ് ഈസ് കാൾഡ് അഡാപ്റ്റേഷൻ. എന്താണ് ഫിഷിൻ്റെ അഡാപ്റ്റേഷൻ? ഇറ്റ്സ് ഷേപ്പ്. വൺ ഈസ് ഇറ്റ്സ് ഷേപ്പ്. ആൻഡ് ഫിഷ് ഹാവ് ഡെവലപ്ഡ് ഗിൽസ്. ഫിഷിന് നല്ല ഗിൽസ് ഉണ്ട്. അതെന്താണ്? വിച്ച് ഹെൽപ്പ് ദം ടു ബ്രീത്ത് അണ്ടർ വാട്ടർ. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗിൽസ് ഫിഷിനുണ്ട്. ആൻഡ് ഇറ്റ്സ് ഫിൻസ് അലോ ദ ഫിഷ് ടു മൂവ് ത്രൂ ഇൻ ദ വാട്ടർ. ആൻഡ് ദ ഫിൻസും ഒരു അഡാപ്റ്റേഷനാണ്. അതെന്താണ് ചെയ്യുന്നത്? ഹെൽപ്പ് ടു മൂവ് ത്രൂ ഇൻ ദ വാട്ടർ. അഡാപ്റ്റേഷൻ ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാനുള്ള പ്രത്യേകതകളാണ് അഡാപ്റ്റേഷൻ. This is the first question. Please write in your notebook. Question number 1. What is adaptation? Answer. An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. Paper fish. This is a model of a fish made of paper by Lina. ലീന പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഫിഷാണ് ഇത്, ഒരു മോഡൽ. ക്യാൻ യു ട്രൈ മേക്കിംഗ് ദിസ് യുവർ സെൽഫ്? നിങ്ങൾക്ക് ഈ ഫിഷിനെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പാറ്റേൺസ് ബിലോ. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഓരോ പാറ്റേൺ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫോളോ ദ മെത്തേഡ്
ടു മേക്ക് എ ഫിഷ് യൂസിങ് പേപ്പർ. ഇതിൽ തന്നതുപോലെ തന്നെ ആദ്യം ഒരു സ്ക്വയറായിട്ടുള്ളൊരു പേപ്പർ എടുക്കുക, അതിൻ്റെ നടുവ് കൂടെ മടക്കുക, വീണ്ടും മടക്കുക, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒരു ഫിഷ് ഉണ്ടാക്കുക. Students, this is the second activity. Please make a paper fish like this. Then send me a photo of your paper fish. Okay? Okay students, I am wind up today's class. Thanks for watching.